പണ്ട് ഭഗവാൻ ശിവനും മാതാ പാർവതിയും തങ്ങളുടെ വിവാഹത്തിന് മുൻപായി ഒരു യാത്ര പുറപ്പെട്ടു. അവർ കുന്നുകളും പുഴകളും താണ്ടി മുന്നോട്ടു പോയപ്പോൾ മാതാ പാർവതി ക്ഷീണിച്ച അവശയായി. വിശപ്പ് സഹിക്കാനാവാതെ മാതാ പാർവതി ഭഗവാൻ ശിവനോട് മൃദുവായി ചോദിച്ചു, നാഥ, എനിക്ക് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ? ഭഗവാൻ ശിവൻ ചുറ്റും നോക്കി. കണ്ണെത്താ ദൂരത്തോളം കാടുകളും മലകളും മാത്രം. ജീവന്റെ ഒരു തുടിപ്പ് പോലുമില്ല. അടുത്തൊരരുവിയിൽ തെളിഞ്ഞ വെള്ളം മാത്രം ഒഴുകുന്നുണ്ട്. നിസ്സഹായനായ ഭഗവാൻ പറഞ്ഞു, ദേവി, ഇവിടെ വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല. നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് ധാരാളം ഭക്ഷണവും വെള്ളവുമുണ്ട്. അവിടേക്ക് കുറച്ചു ദൂരം കൂടി മാത്രമേ ഉള്ളൂ. ദേവി, വരൂ. എന്നാൽ വിശപ്പ് സഹിക്കാനാവാതെ മാതാ പാർവതി വീണ്ടും പറഞ്ഞു, അങ്ങ് എന്തെങ്കിലും കണ്ടെത്തിയില്ലെങ്കിൽ ഞാൻ തളർന്നു പോകും. എനിക്ക് എന്തെങ്കിലും കഴിച്ചേ പറ്റൂ. പ്രിയപ്പെട്ടവളുടെ സങ്കടം കണ്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശരി ദേവി, വിഷമിക്കേണ്ട, ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയിട്ട് വരാം. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ ഭഗവാൻ ശിവൻ ഒരു മരത്തിൽ ചുവന്നു തൊടുത്ത പഴങ്ങൾ കണ്ടു. അദ്ദേഹത്തിന്റെ മുഖം സന്തോഷത്തിൽ തിളങ്ങി. എന്നാൽ പഴങ്ങൾ കരികിലെത്തിയപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ നിരാശനാക്കി. എല്ലാ പഴങ്ങളിലും പുഴുക്കൾ നിറഞ്ഞിരിക്കുന്നു. നിരാശയോടെ ഭഗവാൻ ശിവൻ മാതാ പാർവതിയുടെ അടുത്തേക്ക് തിരികെ വന്നു. എന്നിട്ട് പറഞ്ഞു, ദേവി, ഞാൻ കുറെ തിരിഞ്ഞു. ഒടുവിൽ ഒരു മരത്തിൽ പഴങ്ങൾ കണ്ടു. പക്ഷേ അവയെല്ലാം പുഴുക്കൾ നിറഞ്ഞതാണ്. നമുക്കത് കഴിക്കാനാവില്ല. മാതാ പാർവതി ചെറു പുഞ്ചിരിയോടെ ഭഗവാനോട് പറഞ്ഞു, അങ്ങ് ആ പഴങ്ങൾ കൊണ്ടുവരൂ, എനിക്കൊന്നും സംഭവിക്കില്ല. ഭഗവാൻ ശിവൻ സംശയത്തോടെ ആ പഴങ്ങൾ പറിച്ചെടുത്ത് മാതാ പാർവതിയുടെ കൈകളിൽ വെച്ചുകൊടുത്തു. അത്ഭുതം! ആ ദിവ്യ സ്പർശനത്തിൽ പഴങ്ങളിലെ പുഴുക്കൾ മുഴുവൻ മാഞ്ഞുപോയി. പഴങ്ങൾ ദിവ്യമായ ഒരു പ്രകാശത്തിൽ തിളങ്ങാൻ തുടങ്ങി. അങ്ങനെ മാതാ പാർവതി ആ ദിവ്യ പഴങ്ങൾ കഴിച്ച് വിശപ്പകറ്റി. അതിനുശേഷം ആ വഴി കടന്നുപോയ എല്ലാ യാത്രക്കാരും ആ ദിവ്യ വൃക്ഷത്തിലെ പഴങ്ങൾ കഴിച്ച് വിശപ്പകറ്റി. അവർ ഭഗവാൻ ശിവനെയും മാതാ പാർവതിയെയും മനസ്സിൽ സ്തുതിച്ചു. ഈ കഥയിൽ പറയുന്ന ആ സ്ഥലമാണ് ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗ് എന്ന സ്ഥലത്തെ ത്രിയുഗി നാരായൺ ക്ഷേത്രം. ഇവിടെ വെച്ചാണ് ഭഗവാൻ ശിവനും മാതാ പാർവതിയും വിവാഹിതരായതെന്നും വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ സ്ഥലം ഇന്നും പവിത്രമായി കണക്കാക്കപ്പെടുന്നത്. ഭഗവാൻ ശിവന്റെയും മാതാ പാർവതിയുടെയും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ ഓം ഗൗരി ശങ്കരായ നമഃ എന്ന് ടൈപ്പ് ചെയ്യുക. ഓം ഗൗരി ശങ്കരായ നമഃ.